Hi all, this is Meera. Welcome back to High School Maths. Maths Minimality questions are discussed in the University Assistant Question Paper Code 24/2019. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A man sold two mobile phones at ₹4,500 each. He sold one at a loss of 15% and the other at a gain of 15%. His loss or gain is option A 15% gain, option B 15% loss, option C 2.25% gain, option D 2.25% loss. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് അയാളുടെ കയ്യിൽ. അതിൽ ഓരോ മൊബൈൽ ഫോണിനും 4,500 രൂപയ്ക്കാണ് അദ്ദേഹം വിറ്റത്. ഇനി ഇവിടെ പറയുന്നുണ്ട് ഒരു ഫോണ് 15% നഷ്ടത്തിലും മറ്റേത് 15% ലാഭത്തിലുമാണ് വിറ്റതെങ്കിൽ അദ്ദേഹത്തിന് ലാഭമാണ് ഉണ്ടായത്, നഷ്ടമാണ് ഉണ്ടായത്, അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. ഇവിടെ നോക്കുക, രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിൻ്റെ കേസിലെ സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില രണ്ട് കേസിലും സെയിം ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒന്ന് ലാഭത്തിലും ഒന്ന് നഷ്ടത്തിലുമാണ്. ഇവിടുത്തെ പെർസെൻറ്റേജ് സെയിം ആണ്, 15%. അപ്പം ഇങ്ങനെ രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്, X% ലാഭം X% നഷ്ടം. ഈ ഒരു കേസ് വരുവാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു കേസിൽ എപ്പോഴും ലോസ് നഷ്ടമായിരിക്കും സംഭവിക്കുക. ഈ ലോസ് പേഴ്സനെ കാണാനുള്ള ഇക്വേഷൻ x²/100 ആണ്. ഇത് അപ്ലൈ ചെയ്താൽ മതി. X² എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ X എന്ന് പറഞ്ഞാൽ 15 ആണ്. 15/2/100 വരും. 15/2 എന്ന് പറഞ്ഞാൽ 225 ആണെന്ന് അറിയാം. 15 × 15 /100 വന്നു. 100 വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്താൽ രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്താൽ മതി. അതായത് 225 ഈ സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. അപ്പം 2.25% ലോസ് ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി നമുക്ക് ഇതിന്റെ നോർമൽ മെത്തേഡ് നോക്കാം. അപ്പോൾ ഇതിന്റെ ഒരു മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ക്വസ്റ്റിനകത്ത് രണ്ട് മൊബൈൽ ഫോൺസിന്റെ കേസാണ് പറയുന്നത്. അതാണ് M1 M2 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4,500 രൂപയാണ്. ഓരോ മൊബൈൽ ഫോണും വിറ്റത് 4,500 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് അറിയാം. ഇനി അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് 15% നഷ്ടത്തിലാണ് ഒരു മൊബൈൽ ഫോൺ വിറ്റിരിക്കുന്നത്, 15% ലാഭത്തിലാണ് ഒരു മൊബൈൽ ഫോൺ വിറ്റിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് പ്രൈസ് കാണാമല്ലോ. ആ കോസ്റ്റ് പ്രൈസ് കണ്ടിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് CP1 എന്ന് പറയുന്നത് ഫസ്റ്റ് മൊബൈൽ ഫോണിന്റെ കോസ്റ്റ് പ്രൈസ്, അത് ഇൻറ്റു 85/100 എന്ന് പറയുന്നില്ലേ 4,500. ഈ 85 വന്നിരിക്കുന്നത് എങ്ങനെയാണ്? 15% നഷ്ടം എന്ന് പറയുമ്പോൾ 100 നിന്ന് ഞാൻ 15 മൈനസ് ചെയ്തു. ഈ കോസ്റ്റ് പ്രൈസിന്റെ 85% എന്ന് പറയുന്നത് 4,500. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അതായത് 4,500 × 100/85 ഇത്രയും കിട്ടും. 5,294.12 ഇത്രയുമാണ് കോസ്റ്റ് പ്രൈസ്. ഇനി സെക്കൻഡ് കേസിൽ ഇതുപോലെ തന്നെ CP2 എന്ന് പറയുന്നത് രണ്ടാമത്തെ മൊബൈൽ ഫോണിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്, വാങ്ങിയ വില. 115 വരാൻ കാരണം ഇവിടെ ലാഭമാണ്. അപ്പം 100 + 15 115%. അപ്പോൾ ഈ രീതിയിൽ CP2 നമ്മൾ കണ്ടെത്തി 3,913.04 രൂപ. ഇനി നോക്കുക, അപ്പം നമുക്ക് രണ്ട് കോസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പം ടോട്ടൽ ഈ ട്രാൻസാക്ഷനിൽ അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ടോട്ടൽ ഇത് നമ്മൾ ആഡ് ചെയ്തു 9,207.16 കിട്ടി. ഇനി അദ്ദേഹം വിറ്റത് 9,000 രൂപയ്ക്കാണ്. ഈ രണ്ട് മൊബൈൽ ഫോൺസിന്റെ കേസാണ് പറയുന്നത്. അപ്പം വാങ്ങിയ വില ഇതും വിറ്റ വില ഇതുമാണ്. ഇതിലും ചെറുതല്ലേ വിറ്റത്, അതായത് 9,207 എന്ന് പറയുന്നതല്ലേ വലുത്. അപ്പോൾ ഇയാൾക്ക് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത്? ഇയാൾക്ക് നഷ്ടമാണ് ഉണ്ടായത്. ഇയാൾ ഇത്രയും രൂപ മുടക്കി വാങ്ങിയത് ഇത്രയും രൂപയ്ക്കാണ് വിറ്റത്. അപ്പം നമുക്ക് ലോസ് ആണെന്ന് മനസ്സിലായി. ഇനി ലോസ് പേഴ്സൻ്റ് എങ്ങനെയാണ് കാണുന്നത്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കി 207.16 ആണ് ഡിവൈഡഡ് ബൈ നമുക്കറിയാം നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ആണ്, വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില 9,207.16 × 100 ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആൻസർ 2.25% ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതിൽ നല്ലത് നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാനാണ്, x²/100. അപ്പോൾ നമ്മൾ ഓർക്കുക, ഇങ്ങനെ ഒരു കേസ് വരുവാണ്, വിറ്റ വില സെയിം ആണ്, രണ്ട് ട്രാൻസാക്ഷൻ്റെ കേസാണ്, ഒന്ന് ലോസും ഒന്ന് ഗെയിനുമാണ്, ഒന്ന് ലാഭത്തിലും ഒന്ന് നഷ്ടത്തിലുമാണ്. രണ്ടിൻ്റെ പെർസെൻറ്റേജ് സെയിം ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക, x²/100. സെക്കൻഡ് ക്വസ്റ്റ്യൻ. John started from his home and walked 12 kilometers. Then he took a right turn and walked 4 kilometers. Then again he took a right turn and walked 8 kilometers. Finally he took another right turn and walked 1 kilometer. How far is he from his home now? Options 25 kilometers, 9 kilometers, 5 kilometers, 3 kilometers. ഫസ്റ്റ് നമുക്ക് ഈ പാത്ത് ഒന്ന് വരയ്ക്കാം. ഫസ്റ്റ് ജോൺ സ്റ്റാർട്ടഡ് ഫ്രം ഹിസ് ഹോം. അപ്പോൾ ഇതാണ് ഹോം എന്ന് വിചാരിക്കുക. ഹോമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 12 കിലോമീറ്റർ നടന്നു. അപ്പം നമുക്ക് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കാം, 12 കിലോമീറ്റർ. നെക്സ്റ്റ് ഇനി പറയുന്നത് ദെൻ ഹി ടുക്ക് എ റൈറ്റ് ടേൺ ആൻഡ് വാക്ക് 4 കിലോമീറ്റർ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുന്ന ആളുടെ റൈറ്റ് എന്ന് പറയുന്നത് വലത്തെന്ന് പറയുന്നത് ഈ സൈഡാണ്. അപ്പോൾ ഇങ്ങോട്ട് 4 കിലോമീറ്റർ, ഇങ്ങോട്ട് 4 കിലോമീറ്ററിന് ഈ ഡയറക്ഷനിലാണ്. Then again he took a right turn and walked 8 kilometers.
അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്, അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് 8 കിലോമീറ്റർ ഇവിടെ വന്ന് നിൽക്കുവാണ്. ഫൈനലി ഹി ടുക്ക് അനദർ റൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നിൽക്കുമ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ഈ ഒരു ഡയറക്ഷനാണ്. ഇങ്ങോട്ട് 1 കിലോമീറ്റർ നടന്നാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ നോക്കും. ഇതൊരു റൈറ്റ് ആംഗിൾ മട്ടത്രികോണം അല്ലേ? ഇനി നോക്കുക, ഈ സൈഡ് എന്ന് പറയുന്നത് ഇത് ടോട്ടൽ 12 ആണ്. എത്രയാണ്? 8 ആണ്. 12ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ ഇവിടെ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. അതുപോലെ തന്നെ നോക്കുക, ഈ ഒരു സൈഡ് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് വേണം. ടോട്ടൽ ഇത് 4 ആണ്. ഇവിടുന്ന് ഇവിടം വരെ 1 ആണെങ്കിൽ 4ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 3 കിലോമീറ്റർ. അപ്പോൾ ഈ 2 സൈഡ് അറിയാമെങ്കിൽ ഇതിനും കണ്ടെത്താൻ മേലെ പൈതഗോറസ് യൂസ് ചെയ്താൽ മതി. 4ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ വരും സ്ക്വയർ റൂട്ട്. അപ്പോൾ ഇവിടെ 16 പ്ലസ് 9 വരും 25 വന്നു. 25ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 5. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 5 കിലോമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ സി. തേർഡ് ക്വസ്റ്റ്യൻ, ഡാഷ് പെർസെന്റ് ഓഫ് 21.66 64.8. ഓപ്ഷൻ എ 33 1/3, ഓപ്ഷൻ ബി 66 2/3, ഓപ്ഷൻ സി 300, ഓപ്ഷൻ ഡി 200. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 21.6ന്റെ എത്ര ശതമാനമാണ് 64.8? അതായത് 21.6 ഇൻറ്റു x/100 ഈസ് ഈക്വൽ ടു 64.8. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന 21.6ഉം 64.8ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് കിട്ടും ഇൻറ്റു 3. 21.6ന്റെ ഈ 3 ഇരട്ടിയാണെന്ന് പറയാം 64.8. അപ്പോൾ നോക്കുക, ഈ ഒരു സ്ഥലത്ത് അതായത് x/100 എന്നുള്ളത് 3 വരണം. ഈ ഓപ്ഷനിൽ ഏത് വാല്യൂ എക്സിന്റെ സ്ഥാനത്ത് കൊടുത്താൽ 3 വരും? 300 കൊടുത്താൽ വരത്തില്ല. 300/100 കൊടുത്തു കഴിഞ്ഞാൽ സീറോസ് ക്യാൻസലായി 3 എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 21.6ന്റെ 300% 64.8. ഇനി ഇത് പെട്ടെന്ന് കിട്ടാത്തവർ എന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ സാധാരണ ക്യാൻസൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. എക്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ 64.8 ഉണ്ട്. ഇവിടെ ഇനിയുള്ളത് ഈ 21.6 ഇവിടെ താഴെ വരും. 21.6 വരും. ഈ താഴെ കിടക്കുന്ന 100 ഇവിടെ മുകളിൽ വരും. ഇവിടെ 3 വന്നു. 3 ഇൻറ്റു 100 300 വന്നു. ഇങ്ങനെ നമുക്ക് കണ്ടെത്താം. അതായത് ഇവിടെ പറയുന്നത് 21.6 എന്ന് പറയുന്നത് 100% ആണ്. ഇനി നോക്കുക, ഇതേ ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200%. 200% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി 43.2 വരും. ഇനി നോക്കുക, 100 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300%. 300% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതേ ഇൻറ്റു 3 ആണ്. അതാണ് ഇവിടെ തന്നിരിക്കുന്ന 64.8. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് 300. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓർക്കണം ഇത് ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, 4 ഓപ്ഷൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വന്നത്. 12.25, 3.5, 42.875, 15.625. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് നമ്മൾ ശരിക്കും ഒരു എക്സ്പ്രഷനകത്ത് പ്ലസ് അല്ലെങ്കിൽ മൈനസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിനകത്ത് ടേംസിനെ തിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു പ്ലസ്, ഇവിടെ പ്ലസ്, ഇവിടെ ഒരു പ്ലസ്. അപ്പോൾ ഇതൊരു ടേമാണ്, ഇത്രയൊരു ടേമാണ്, ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്. ഓരോ പദങ്ങളാണെന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം, ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് 2.27ഉം 1.23 ആണ്. അപ്പം 2.27 ഞാൻ എ എന്നും 1.23 ബി എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് എ ക്യൂബ് പ്ലസ് 3 ബി സ്ക്വയർ എ പ്ലസ് 3 എ സ്ക്വയർ ബി പ്ലസ് ബി ക്യൂബ്. അതായത് ഈ ഓരോ നമ്പറിനും എയും ബിയും ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? എ പ്ലസ് ബി എന്ന് തോന്നുന്നു. ഇനി ഇത് നോക്കിയേ, എ ക്യൂബ് പ്ലസ് 3 ബി സ്ക്വയർ എ പ്ലസ് 3 എ സ്ക്വയർ ബി പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ആണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ഒരു എ പ്ലസ് ബി ഉണ്ട്. ഈ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പവർ എന്താണ്? 1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എക്സ്പോണൻസിൽ മൈനസ് ചെയ്യും. എ പ്ലസ് ബി എഴുതി 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ എയും ബിയും എന്താണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എ എന്ന് പറയുന്നത് 2.27 ആണ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 1.23. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പം 0 1 5 3 വന്നു. അപ്പം 3.5 എന്ന് വന്നു. ഇവിടെ ആൻസറിൽ ഓപ്ഷനിലും ഈ ഒരു 3.5 എന്നുള്ള ആൻസർ ഉണ്ട്. പക്ഷെ നമ്മുടെ ആൻസർ ആയിട്ടില്ല. കാരണം എന്താണ്? എ പ്ലസ് ബി ആണ് 3.5 എന്ന് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ സ്ക്വയർ കൂടെ ചെയ്യണം. അപ്പോൾ 3.5 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് 3.5 ഇൻറ്റു 3.5 ആണ്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? 35ൻ്റെ സ്ക്വയർ കണ്ടെത്തണം. 35ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 25 വന്നു. 3ൻ്റെ നെക്സ്റ്റ് നമ്പർ 4 ആണ്. 4 ഇൻറ്റു 3 12. 1225 ആണ്.
ഇതല്ലെങ്കിൽ 35 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, രണ്ട് പ്ലേസ് മാറ്റണം. അപ്പം 12.25 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് 12.25. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. The LCM of squares of two numbers is 12,544 and HCF of the squares is 4. If one of the numbers is 14, what is the other number? Option A 13, option B 16, option C 256, option D 196. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ അതിൻ്റെ വർഗത്തിൻ്റെ LCM എന്ന് പറയുന്നത് 12,544 അതിൻ്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 4 ഇനി നമുക്ക് ആ രണ്ട് നമ്പേഴ്സിൽ ഒരു നമ്പർ 14 തന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്പർ ഏതാണ് കണ്ടെത്താനാണ് പറയുന്നത്. ഇവിടെ ഓർക്കാൻ നമുക്ക് നോർമലി രണ്ട് നമ്പേഴ്സ് അറിയാം, അതിൻ്റെ LCM HCF പറയുമ്പോൾ അതിൻ്റെ ഒരു റിലേഷൻ ഉണ്ട്. ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ LCMത്തിൻ്റെയും HCFിൻ്റെയും പ്രൊഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ LCM HCF ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവിടുത്തെ ഈ റിലേഷൻ വരിക 14 ഒരു നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 14ന്റെ സ്ക്വയർ 14 × 14 തോന്നും ഇൻറ്റു നെക്സ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനെ ഞാൻ അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് എടുത്തു. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ LCM തന്നിരിക്കുന്നത് എന്താണ് 12,544 ഇൻറ്റു ഇതിൻ്റെ HCF വന്നിരിക്കുന്നത് 4. ഇത് സോൾവ് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് ആ സെക്കൻഡ് നമ്പർ കിട്ടും. ഓക്കെ, ഇവിടെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 12,544 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 14 ഇൻറ്റു 14. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ 256 ആണ്. ഈ 256 എന്ന് പറയുന്നത് ഈ എക്സ് സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് ഈ സംഖ്യ എക്സ് ആണ്. അതുകൊണ്ട് തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് 256 ചെയ്യുക. 256 എന്ന് പറയുമ്പോഴേ പലർക്കും അറിയായിരിക്കും 16ന്റെ സ്ക്വയർ ആണ് 256. അല്ലെങ്കിൽ തന്നെ ഓർക്കുക ലാസ്റ്റ് 6 ആണ് വന്നിരിക്കുന്നത്. 4 6 ആണ് ഇതിന്റെ വർഗ്ഗമൂലത്തിന്റെ സ്ക്വയർ റൂട്ടിന്റെ എൻഡ് വരിക. ഈ ഓപ്ഷൻ ചെയ്യുന്നത് 16 ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈസി ആയിട്ട് ഇത് കണ്ടെത്താൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ടെന്ന് പറയാം. അതായത് ഫസ്റ്റ് നമ്പർ 14 തന്നിട്ടുണ്ട്. 14ന്റെ ഫാക്ടേഴ്സ് എന്താണ് 2 7 ആണെന്ന് പറയാം. 7 × 2 14 ആണെന്ന് പറയാം. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് 14ന്റെ സ്ക്വയർ, അതായത് 14 × 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 7 × 2 × 7. ഇനി നെക്സ്റ്റ് നമ്പറാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ 13 16 ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം 13 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. ഇതിനകത്ത് 1ഉം 13ഉം അല്ലാതെ മറ്റൊരു ഫാക്ടർ ഇല്ല. അപ്പോൾ ഇവിടെ നോക്കാം 13 ഇതിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഉണ്ടോ? കോമൺ ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 13 നല്ല ആൻസർ എന്ന് പറയാം. ഇനി 16ന്റെ കേസ് എടുക്കാം. 16 എന്ന് പറയുമ്പോഴത്തേക്കും 8 × 2 ആണ് 16. അതായത് 2 × 2 × 2 × 2 ഇതാണ് 16ന്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. അപ്പം 16 × 16 എന്ന് പറയുമ്പം 2 × 2 × 2 × 2 × 2 × 2 × 2 എന്ന് വരും. ഇനി നോക്കിയേ ഇതിനകത്ത് ഇതിൻ്റെ 14ന്റെ സ്ക്വയർ 16ന്റെ സ്ക്വയർ ഇതിനകത്ത് കോമൺ ആയിട്ട് എടുക്കാവുന്ന ഫാക്ടേഴ്സ് 1 2 ഇത് മറ്റൊരു 2. അപ്പം 2 × 2 എത്ര വന്നു 4. അപ്പം ഹയസ്റ്റ് കോമൺ ഫാക്ടർ 14ന്റെ സ്ക്വയറിൻ്റെയും 16ന്റെ സ്ക്വയറിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 4 ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൻസർ ഈസി ആയിട്ട് കണ്ടെത്താവുന്നതാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ. The ratio of number of men and women in a committee is 5:6. If the percentage increase in the number of men and women by 20% and 10% respectively, what will be the new ratio? Option A 6:7, option B 10:11, option C 9:10, option D cannot be determined. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും റേഷ്യോ തന്നിട്ടുണ്ട് 5:6. ഇനി ഇവിടെ ഇൻക്രീസ് ഇവരുടെ എണ്ണത്തിലുള്ള ഇൻക്രീസ് എന്ന് പറഞ്ഞ പെർസെൻറ്റേജിലാണ് പറഞ്ഞിരിക്കുന്നത്. 20% ആണുങ്ങളുടെ കേസിലും പെണ്ണുങ്ങളുടെ കേസിലും 10%. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പുതിയ ന്യൂ റേഷ്യോ ആണ്, പുതിയ റേഷ്യോ അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. 5:6 എന്ന് പറയുന്ന ഇതിനെ നമ്മൾ 10ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് മാറ്റുക. അതായിരിക്കും, അതായത് 5 എന്ന് പറയുന്നതിന് ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ 50 വരും. 6 എന്ന് പറയുന്നതിന് 60 എന്ന് എടുത്തു. ഇത്രയുമാണ് ആണുങ്ങൾ, ഇത്രയുമാണ് പെണ്ണുങ്ങൾ എന്ന് എടുക്കുക. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 20% ആണുങ്ങൾ കൂടുന്നത്. അപ്പം 50 എന്ന് പറയുന്നത് 100%. ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പം 10% 5 ആണ്. 20% എന്ന് പറയുന്നത് എന്താണ് 5 + 5 10 വരും. ഇതല്ലെങ്കിൽ 50ന്റെ 20% എന്ന് പറഞ്ഞാൽ 50 × 20/100 വരുമ്പോൾ സീറോസ് ക്യാൻസൽ ആക്കി 5 × 2 10 അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് +10 10 പേര് കൂടി. ഇനി നെക്സ്റ്റ് പറയുന്ന ഇവിടുത്തെ പെണ്ണുങ്ങളുടെ കേസിൽ 10% കൂടിയെന്നാണ്.
അപ്പം 60 എന്ന് പറയുന്നത് 100%, 60 എന്ന് പറയുന്നത് 100%. ഇതിൻ്റെ 10% എന്ന് പറയുന്നത് 6ആണ്. അപ്പോൾ ഇവിടെ 6 പേര് കൂടിയെന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ നമ്പേഴ്സ് എത്രയാണ്? ആണുങ്ങൾ 50 + 10 60 വന്നു, പെണ്ണുങ്ങൾ 60 + 6 66 വന്നു. അപ്പോൾ ഇതാണ് പുതിയ നമ്പേഴ്സ്. ഇതിൻ്റെ അംശബന്ധം എങ്ങനെയാണ് കാണുക? അതായത് 60 / 66. ഇതാണ് ആണുങ്ങളുടെ, ഇതാണ് പെണ്ണുങ്ങളുടെ. ഇതിനെ നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 10 × 6 ആണ് 60, 11 × 6 ആണ് 66 വരിക. അപ്പം 10/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:11 വരും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. 7th question. Machines A and B working together can do a piece of work in 6 days. Only A can do it in 8 days. In how many days B alone could finish the work? Option A 24, option B 12, option C 16, option D 20. ഇവിടെ പറയുന്നത് എയും ബിയും കൂടെ ചെയ്യുവാണെങ്കിൽ ആ വർക്ക് 6 ദിവസം കൊണ്ട് തീർക്കും. ഇനി ആ സെയിം വർക്ക് തന്നെ എ ഒറ്റയ്ക്കാണെങ്കിൽ 8 ദിവസം കൊണ്ട് തീരും. അപ്പോൾ ഇനി ബി തന്നെ എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളത് കാണാൻ വേണ്ടി നമുക്കറിയാം ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. AB / A - B. അപ്പോൾ ഇവിടുത്തെ എ ബി എന്ന് പറയുമ്പം 8 × 6 / 8ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 2 വരും. അപ്പോൾ എത്ര വരും? ഇത് 4, 6 × 4 24. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ 24. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി വെച്ച് പറയാം. അതായത് 6 ദിവസം കൊണ്ട് രണ്ടുപേരും കൂടെ വർക്ക് തീർക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ദിവസത്തെ വർക്ക് 1/6 ആണ്. ഇതുപോലെ തന്നെ എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/8 ആണ്. ഇങ്ങനെയാണെങ്കിൽ ബിയുടെ ഒരു ദിവസത്തെ വർക്ക് കാണാൻ വേണ്ടി 1/6 - 1/8 ചെയ്താൽ മതി. ഇവിടെ 2 / 8 × 6 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക എന്താണ്? 1/24 കിട്ടും. അപ്പം 1/24 ആണ് ഇവരുടെ ഒരു ദിവസത്തെ, അതായത് ബി ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്യുന്ന വർക്കെങ്കിൽ 24 ദിവസം കൊണ്ടാണ് ഈ ജോലി ചെയ്തു തീർക്കാന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. ഓപ്ഷൻ എ ആണ് 24 ആണ് ആൻസർ. 8th question. A train 110 meter long is running with a speed of 90 km/h. In what time will it pass a boy who is running at 9 km/h in the direction opposite to that in which train is going? Options 6 seconds, 8 seconds, 5 seconds, 4 seconds. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 110 മീറ്റർ. ഇനി ആ ട്രെയിനിൻ്റെ സ്പീഡ് തന്നിരിക്കുന്നത് 90 km/h ആണ്. ഇനി ഇവിടെ ഒരു ബോയുടെ സ്പീഡ് തന്നിരിക്കുന്നത് 9 km/h. ഈ ബോയ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. ഇനി ഈ ബോയെ പാസ് ചെയ്തെടുക്കുന്ന ടൈമാണ് ചോദിക്കുക. ടൈം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇനി ഇവിടെ ട്രെയിനും ബോയ് ഇവർ തമ്മിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എങ്ങനെയാണ് കാണുക? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 90 + 9 എത്ര വരും? 99. അപ്പോൾ ഇവിടെ ഓർക്കുക, ഇത് km/h ആണ് ഇവിടുത്തെ സ്പീഡിൻ്റെ യൂണിറ്റ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ട്രെയിനിൻ്റെ ലെങ്ത് ആണ് നമ്മൾ എടുക്കുക, 110 മീറ്റർ ആണ്. 110/99 വന്നു. ഇത് km/h ആണ്. ആൻസറിലും സെക്കൻഡിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്പീഡിനെ m/s മാറ്റണം. m/s മാറ്റാൻ വേണ്ടി 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 99 × 5/18. ഈ താഴെ വരുന്ന 18 എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. 18. ഇനി ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. 11 × 9 അല്ലേ 99 എന്ന് പറയുക. അപ്പോൾ ഇവിടെ 10 എന്ന് വന്നു. ഇനി ഇവിടെ 9 × 2 ആണ് 18, 5 × 2 ആണ് 10, 2 × 2 4 വന്നു, 4 സെക്കൻഡ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 സെക്കൻഡ്. 9th question. Volume of a cube with total surface area 3/2 meter square is? Option A 1/4 meter cube, option B 27/8 meter cube, option C 1/8 meter cube, option D 9/4 meter cube. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ക്യൂബിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ തന്നിട്ടുണ്ട്. ആ ക്യൂബിൻ്റെ വോളിയം കാണാനാണ്. അപ്പം ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പം ഇതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് ഞാൻ എ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? A × A² എന്നറിയാം. ഒരു ക്യൂബിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിന് ശരിക്കും 6 ഫേസസ് ആണുള്ളത്, 6 മുഖങ്ങളാണുള്ളത്. 6 വശം സ്ക്വയർ ആണ്. 6 × A² വരും. ഒരു ക്യൂബിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6A² ആണ്. അതിൻ്റെ വാല്യൂ 3/2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്തും ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പം നമുക്കത് നോക്കാം. A² = 3/2. ഇവിടെ 6 മുകളിലായിരുന്നു, ഇൻറ്റു ആയിരുന്നു. ഇവിടെ വരുമ്പോൾ ഡിവിഷനായി 6 ഇവിടെ വരും. അപ്പോൾ ഇവിടെ എന്താണ്? 3 × 2 ആണ് 6, 1/4 എന്ന് തോന്നുന്നു.
അപ്പം എ സ്ക്വയർ എന്ന് പറയുന്നതാണ് 1/4. എ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1/4 ഈസ് ഈക്വൽ ടു 1/2 അല്ലേ. 2 × 2 ആണ് 4 എന്നറിയാം. 1/2 എന്ന് പറഞ്ഞു. അപ്പം എ എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. ഒരു സൈഡ് 1/2 ആണ്. ഇനി ഇതിന്റെ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം പറയുകയാണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്യൂബിന്റെ കേസിൽ എല്ലാ സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് എ ഇൻറ്റു എ വരും. എ ക്യൂബ് ആയിരിക്കും അതിന്റെ വോളിയം. അപ്പോൾ എ 1/2 ആണെന്നറിയാം. അപ്പം വോളിയം കാണാൻ വേണ്ടി 1/2 ദ ഹോൾ ക്യൂബ് അത് എത്രയാണ് 1/8 വരും. കാരണം 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 1/8 എന്ന് വരും. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് 1/8 മീറ്റർ ക്യൂബ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. The angle between the minute hand and the hour hand of a clock when the time is 4:20 is option A 10 degree, option B 5 degree, option C 0 degree, option D 8 degree. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടൈം 4:20. ആ ടൈമിൽ മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡ് അതായത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ് ചോദിക്കുക. അപ്പം 4:20 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം മിനിറ്റ് സൂചി ഈ 4-ൽ തന്നെ ആയിരിക്കും. പക്ഷേ മണിക്കൂർ സൂചി 4-നും 5-നും ഇടയിലായിരിക്കും. അപ്പോൾ ഇതിനിടയിലുള്ള ഈ ആംഗിൾ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് യൂസ് ചെയ്യാം 30h - 11/2 m. അപ്പോൾ ഇവിടുത്തെ 30 × h എന്ന് പറയുന്നത് ഇവിടെ 4 ആണ് മൈനസ് 11/2 × 20. ഇവിടെ 4 × 3 12 ആണ്. ഇവിടെ 120 വന്നു. ഇവിടെ നോക്കുക 20/2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 × 11 വരുമ്പോൾ 110 വന്നു. അപ്പം 120 110 മൈനസ് ചെയ്താൽ 10 വരും. ഇതിനിടയിലെ ആംഗിൾ 10 ഡിഗ്രി ആണ്. ഓപ്ഷൻ എ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A number when divided by 5 leaves a remainder 3. When the square of the number is divided by 5, the remainder is options 3, 4, 0, 1. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്കും അവിടെ നമുക്ക് ലഭിച്ച ശിഷ്ടം എന്ന് പറയുന്നത് 3 ആണ്. ഇനി ആ നമ്പറിന്റെ സ്ക്വയർ അതിന്റെ വർഗത്തെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന റിമൈൻഡർ ശിഷ്ടം എത്രയെന്നാണ് ചോദിക്കുക. ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 5 × 1 5, 5 × 2 10, 5 × 3 15. ഈ നമ്പേഴ്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എന്താണ് 0 ആയിരിക്കും. ഇനി റിമൈൻഡർ 3 വരണമെങ്കിൽ നമ്മൾ എന്താണ് ഈ നമ്പേഴ്സിനെ എല്ലാം തന്നെ 3 കൊണ്ട് ആഡ് ചെയ്തു. 5 + 3 8 വന്നു. 10 + 3 13, 15 + 3 ആണ് 18. ഈ നമ്പേഴ്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്താണ് ഇവിടെ റിമൈൻഡർ 3 ആയിരിക്കും കിട്ടുക. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ 8 തന്നെ എടുക്കാം. 8ന്റെ സ്ക്വയർ എന്താണ് 8 × 8 64 വന്നു. ഇനി ഈ 64നെ 5 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 5 14 വന്നു. 5 × 2 10 വന്നു. 4 വന്നു. ആൻസർ നമുക്ക് കിട്ടി 4 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. അപ്പം അതിന്റെ റീസൺ എന്താണ് ഇവിടെ 64 എൻ്റെ ഡിജിറ്റ് 4 വന്നു. ഇനി 13 ആയിരുന്നെങ്കിൽ 169 വരും 9 വരും. അപ്പം 169 എടുത്തു കഴിഞ്ഞാൽ 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരാൻ പോകുന്നത് 165 ആയിരിക്കും. 9 ൽ 5 മൈനസ് ചെയ്താൽ 4 വരും. അതുപോലെ തന്നെ എൻ്റെ ഡിജിറ്റ് 4 എന്ന് പറയുമ്പോൾ 4 മൈനസ് ഇപ്പം 64 ആണെങ്കിൽ 60 വന്നു 4 വന്നു. അപ്പോൾ 5ന്റെ മൾട്ടിപ്പിൾസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എൻ്റെ ഡിജിറ്റ് എപ്പോഴും 0 5 വരത്തുള്ളൂ. ഇനി ഇതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ നോക്കിയാൽ 4 9 വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടുത്തെ ആൻസർ റിമൈൻഡർ 4 ആയിരിക്കും എപ്പോഴും വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 12th ക്വസ്റ്റ്യൻ. If alphabet is coded as ZK, OG, ZA, DS, then numeral is coded as. 4 ഓപ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫബറ്റിന്റെ കോഡ് നോക്കി ന്യൂമറിനെ കോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക ZA, KL, OP, GH, ZA, AB, DE, ST. അപ്പോൾ ഇവിടെ കോഡ് ചെയ്തിരിക്കുന്ന ആ റിലേഷൻ എന്താണ്? A തൊട്ട് Z വരെ അതിന്റെ ഓർഡറിൽ ആൽഫബറ്റ്സ് എഴുതുമ്പോഴത്തേക്കും ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സിന്റെ തൊട്ട് മുന്നിലത്തെ ലെറ്ററാണ് കോഡായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഇവിടെ ഫോളോ ചെയ്താൽ മതി. ന്യൂമറുടെ കേസ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് 2 ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കേസിൽ MD ആണ്. ഇതുപോലെ തന്നെ ലാസ്റ്റ് 2 ലെറ്റേഴ്സിന്റെ കേസിലും എല്ലാ ഓപ്ഷനിലും ഇസഡും കെയും ആണ്. ഇനി ഇതിന്റെ ഒരു കേസ് നോക്കിയാൽ മതി ആൻസർ കിട്ടും. ഇവിടെ നോക്കുക നെക്സ്റ്റ് എമ്മിന്റെ കേസിൽ L ആണ് വരിക. LM വന്നു. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് അല്ല. ഇനി നെക്സ്റ്റ് Dയും Q ആണ്. E ആണ് വന്നിരിക്കുന്നത്. ഇയുടെ തൊട്ട് മുന്നത്തെ ലെറ്റർ D ആണ്. അപ്പം DE വരും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇവിടെ നോക്കുക MN, TU, LM, DE, QR, ZA, KL. ഓപ്ഷൻ എ ആണ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3:27, 11:dash. ഓപ്ഷൻ എ 121, ഓപ്ഷൻ ബി 1221, ഓപ്ഷൻ സി 1331, ഓപ്ഷൻ ഡി 1441. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് 3 27 ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്?
3ന്റെ ക്യൂബാണ്. ഇത് 3 ആണെങ്കിൽ ഇത് 3ന്റെ ക്യൂബാണെന്ന് പറയാം. 3 × 3 × 3 27. അപ്പോൾ ഇത് 11 ആണെങ്കിൽ ഇവിടെ വരേണ്ടത് എന്താണ്? 11ന്റെ ക്യൂബ്. അപ്പം 11 × 11 × 11 11 × 11 121 ആണ്. ഈ 121 × 11 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഈസി മെത്തേഡ് എന്താണ്? 1ഉം 1ഉം എഴുതുക. ഇനി 2 + 1 3 ഇവിടെ വരും. 2 + 1 3 ഇവിടെ വരും. 1331. ഇതല്ലെങ്കിൽ സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലും മതി. 1331 ആണ് 11ന്റെ ക്യൂബ്. അതാണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ സി. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. 41, 43, 45, 47. ഓപ്ഷൻ സി നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തതെന്നാണ്. നോർമലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനകത്ത് എന്തായിരിക്കും ചോദിക്കുക? പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് ഏതാണ് പ്രൈം അല്ലാത്തതെന്ന് അറിയാൻ ഇത് ഈസി ആയിട്ട് കണ്ടെത്താം. ഇവിടെ നോക്കിയാൽ 41, 43, 45, 47. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറും 1ഉം ആയിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ്. ഇനി ഇവിടെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 45 ആയിരിക്കും. 45 എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഡിജിറ്റ് 5 ആണെങ്കിൽ 5 ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. അപ്പം 1 × 45 1ഉം 45 അല്ലാതെ 9 × 5 45 ആണ്. 5ഉം 9ഉം അതിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ തന്നെ ഇതിന് പ്രൈം അല്ലാത്ത നമ്പർ 45 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 15th ക്വസ്റ്റ്യൻ. A woman walks 40 meters to the east of the house, then she turns left and goes another 20 meters, then turning to the west goes again 10 meters and starts walking to her house. In which direction she is walking now? Options northeast, option B northwest, option C southeast, option D southwest. അപ്പോൾ നമ്മൾ ഡയറക്ഷൻസ് അറിഞ്ഞിരിക്കണം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇനി നമുക്ക് ഈ പാത്ത് ഒന്ന് വരയ്ക്കാം. എ വുമൻ വാക്സ് 40 meters to the east of the house. അപ്പോൾ ഹൗസ് ഇതാണെന്ന് വിചാരിക്കുക. ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനാണ്. അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു 40 meters. ഇവിടെ വന്ന് നിൽക്കുവാണ്. ദെൻ ഷീ ടേൺസ് ലെഫ്റ്റ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നിൽക്കുമ്പോൾ ഇത് റൈറ്റ് ചെയ്ത് ലെഫ്റ്റിലേക്കാണ് പോയത് 20 meter. അപ്പോൾ ഇവിടുന്ന് 20 meter ഈ ഡയറക്ഷനാണ്. ഇവിടെ വന്ന് നിൽക്കുവാണ്. then turning to the west and goes again 10 meter. അപ്പം വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനാണ്. അപ്പോൾ ഇങ്ങോട്ട് 10 meter മൂവ് ചെയ്തു. ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇതിനുശേഷം വീട്ടിലേക്ക് നടക്കുന്നതാണ്. ഇതാണ് ഹൗസ്. ഇങ്ങോട്ട് നടക്കുന്നതാണ് പറയുന്നത്. നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ഡയറക്ഷനാണ്. നോക്കുക, ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഈ ഒരു സെൻറ്ററിൽ നോക്കുക, ഈ ഒരു ഡയറക്ഷൻ. ഇതെന്തായിരിക്കും? സൗത്ത് വെസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൗത്ത് വെസ്റ്റ്. 16th one. B, D, G, K. നെക്സ്റ്റ് ലെറ്റർ ആണ് ചോദിച്ചിരിക്കുക. ഓപ്ഷൻ എ ആർ, ഓപ്ഷൻ ബി എം, ഓപ്ഷൻ സി ഒ, ഓപ്ഷൻ ഡി പി. അപ്പം നമുക്ക് ഇതിൻ്റെ റിലേഷൻസ് നോക്കാം. ബി കഴിഞ്ഞിട്ട് ഡി ആണ് വന്നിരിക്കുന്നത്. അപ്പം ബി കഴിഞ്ഞ് സി ഒഴിവാക്കി ഡി വന്നു. ഡി കഴിഞ്ഞിട്ട് ജി ആണ്. ഡി കഴിഞ്ഞിട്ട് ഇ എഫ് കഴിഞ്ഞിട്ട് ജി വന്നു. ജി കഴിഞ്ഞിട്ട് എച്ച് ഐ ജെ കഴിഞ്ഞിട്ട് കെ വന്നു. അപ്പോൾ ഇവിടെ ഒരു ലെറ്റർ, ഇവിടെ 2, ഇവിടെ 3 ലെറ്റേഴ്സിന് ഡിഫറൻസ് ആണ് ഉള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് കെ കഴിഞ്ഞിട്ട് 4 ലെറ്റേഴ്സിന് ഡിഫറൻസ് ആയിരിക്കാൻ വരേണ്ടത്. കെ കഴിഞ്ഞിട്ട് കെ എൽ എം എൻ ഒ. 4 ലെറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് പി ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 17th one. 2000 January 1st was Saturday. What was the day in 1900 January 1st? ഓപ്ഷൻ എ സാറ്റർഡേ, ഓപ്ഷൻ ബി സൺഡേ, ഓപ്ഷൻ സി മൺഡേ, ഓപ്ഷൻ ഡി ട്യൂസ്ഡേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2000 January 1 സാറ്റർഡേ ശനിയാഴ്ചയാണ് തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് 1900 January 1st ഏത് ദിവസമാണെന്നാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 ഇത് തമ്മിലുള്ള ഡിഫറൻസ് 100 വർഷമാണ്. നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, 100 വർഷത്തെ കേസിൽ നമ്പർ ഓഫ് 4 days ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. 200 വർഷത്തെ കേസിൽ 3, 300 വർഷത്തെ കേസിൽ 1 ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ കലണ്ടറിൻ്റെ സിലബസ് വൈസുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ് അറിഞ്ഞത് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് 100 yearsൻ്റെ ആ ഒരു ഡിഫറൻസ് ആണെങ്കിൽ നമ്പർ ഓഫ് 4 days 5 days ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് 100 വർഷമാണ്, 5 ആണ്, നമ്പർ ഓഫ് 4 days ആണ്. അപ്പോൾ നോക്കുക, 1, 2, 3, 4, 5. അപ്പം ഇത് സാറ്റർഡേ ആണ്. ഇതിന് മുന്നിലായിട്ട് 5ാമത്തെ ദിവസം കണ്ടെത്തിയാൽ മതി. 1ാം തീയതി മൺഡേ ആണെങ്കിൽ ഇത് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ വരും. അപ്പോൾ 5 ആണ് നമ്പർ ഓഫ് 4 days എങ്കിൽ സാറ്റർഡേക്ക് മുന്നിലായിട്ട് 5ാമത്തെ ദിവസം കണ്ടെത്തിയാൽ മതി. ഇത് മൺഡേ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ മൺഡേ ആണ്, ഓപ്ഷൻ സി. 18th question. On arranging the words physics, philosophy, physical education, physiology as in a dictionary, the last word will be option A physical education, option B physiology, option C philosophy, option D physics. അപ്പം ഡിക്ഷണറിയിലെ പോലെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ് വരുന്ന വേർഡ് ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ലെറ്റർ പി എച്ച്. ഇവിടെ വെച്ച് നോക്കിയേ, ഇവിടെ വെച്ച് വൈയും ഐയും വരുമ്പോഴത്തേക്കും ഐ ആണ് മുന്നിലുള്ളത്, അതുകൊണ്ട് ഇതായിരിക്കും ഫസ്റ്റ് വരിക. അപ്പോൾ ഇതല്ല, ലാസ്റ്റ് വരുന്ന വേർഡാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് ഓപ്ഷനിൽ നിന്ന് ഒഴിവാക്കാം.
ഇനി നെക്സ്റ്റ് നോക്കുക, ഈ 3 വേർഡ്സിൽ എസ് ആണ് ലെറ്റർ, ഐ വന്നു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സിയും ഓയും ആണ്. അപ്പോൾ ഇവിടെ രണ്ടും സി ആണ് വന്നിരിക്കുന്നത്. ഓയിനേക്കാളും മുമ്പ് ഈ 2 വേർഡ്സ് ആയിരിക്കത്തില്ല ഇവിടെ വരിക, സി ഓയിനേക്കാളും മുന്നേ കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത് രണ്ടും ആയിരിക്കത്തില്ല ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ലാസ്റ്റ് വരുന്ന വേർഡ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഫിസിയോളജി ആയിരിക്കും. ഓപ്ഷൻ ബി ആണ്, ഫിസിയോളജി ആണ് ആൻസർ. 19th question. A is the brother of B, C is the sister of D, B is the son of C. How is A related to C? Option A nephew, option B son, option C brother, option D father. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ഒന്ന് വരച്ച് നോക്കാം. A is the brother of B. A എന്ന് പറയുന്നത് ബിയുടെ ബ്രദറാണ്. ഇത് ബ്രദർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് C is the sister of D. C എന്ന് പറയുന്നത് ഡിയുടെ സിസ്റ്റർ ആണ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് B is the son of C. സിയുടെ സൺ ആണ് ബി, അതായത് മകനാണ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയും സിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ഇവിടെ നോക്കുക, സിയുടെ മക്കളല്ലേ എയും ബിയും വരിക. നേരത്തെ ഇത് ബ്രദർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതൊരു ബോയ് ആണെന്ന് പറയാം, മെയിൽ ആണെന്ന് പറയാം. അപ്പം സിയുടെ മകനാണ് എന്ന് പറയാം. ഇപ്പോൾ ഓപ്ഷനിൽ ഏത് വരും? ഓപ്ഷൻ ബി വരും, സൺ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ 3750-82-101. Options: option A 63, option B 64, option C 65, option D 66. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിനകത്ത് അടുത്തടുത്ത 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. 37 50 തമ്മിലുള്ള ഡിഫറൻസ് 13 ആണ്. അതായത് 50 നിന്ന് 37 മൈനസ് ചെയ്താൽ 13 വരും. അതുപോലെ തന്നെ 82 101 തമ്മിലുള്ള ഡിഫറൻസ് 19 ആണ്. 82 + 19 ആണ് 101. നോക്കിയാൽ 13 19 അപ്പോൾ ഒറ്റ സംഖ്യകൾ റിലേഷനിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം 13 കഴിഞ്ഞാൽ ഇവിടെ 15, 15 കഴിഞ്ഞ് ഇവിടെ 17. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. 50 + 15 എത്ര വരും? 65 വരും. 50 + 10 60, 60 + 5 65 വരും. ഇനി 65 + 17 82 കിട്ടിയത് കറക്റ്റ് അല്ലേ? 65നോട് 17 ആഡ് ചെയ്താൽ 82 ആണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ 65 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ന് നമ്മൾ 2019 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലെ 20 മാത്സ് മിനിബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.